ഈ വണ്ടി എങ്ങനെയുണ്ട്? ഓണാണെന്ന് സൗണ്ട് കൽപ്പിച്ചട്ടെ. സോ ഗായ്സ്, എല്ലാവർക്കും ഈ ഒരു ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇബ്രാസ് ആണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു കിഡ്ലോസ്കി ബൈക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കിഡ്ലോസ്കി ബൈക്ക് എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു സൂപ്പർ ബൈക്ക്. ഇറ്റാലിയൻ ബൈക്ക് നിർമ്മാതാക്കളായിട്ടുള്ള ബെനല്ലി പുറത്തിറക്കിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ടിങ് മെഷീൻ ഇൻ 300cc 300cc സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ടിങ് മെഷീനായിട്ടുള്ള ബെനല്ലിയുടെ ഒരു കൊച്ചു സൂപ്പർ ബൈക്ക് ആയിട്ടുള്ള ഈ ഒരു ബെനല്ലി TNT 300. അപ്പോൾ ഇവൻ്റെ ഒരു പക്കാ റിവ്യൂ കാര്യങ്ങളായിട്ടൊന്നും കണക്ക് കൂട്ടണ്ട. ഇവൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാ വീഡിയോ തുടങ്ങല്ലേ? ബെനല്ലി TNT 300. ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് ഓൺഡ് ഇറ്റാലിയൻ ബ്രാൻഡായിട്ടുള്ള ബെനല്ലി നിർമ്മിച്ചിട്ടുള്ള അവരുടെ ഒരു എന്താ പറയുക ഒരു കൊച്ചു സൂപ്പർ ബൈക്കാണ് ഈ ഒരു ബെനല്ലി TNT 300. TNT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൊർണാഡോ, ചുഴലിക്കാറ്റ് എന്നൊക്കെ. അതാണ് അതൊരു കൊച്ചു ചുഴലിക്കാറ്റ് തന്നെയാണ്. ഇവൻ്റെ ആ ഒരു സൗണ്ടാണ് മെയിൻ. ഈ ഒരു വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ ഇവൻ്റെ ആ ഒരു എന്താ പറയുക 300cc ഇൻലൈൻ 2 സിലിണ്ടർ ആ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സൗണ്ട്. ഇവന് ദൂരെ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു സൂപ്പർ ബൈക്ക്, ഏതോ ഒരു സൂപ്പർ ബൈക്ക്, ഇതൊരു സൂപ്പർ ബൈക്ക് തന്നെ, ഒരു കൊച്ചു സൂപ്പർ ബൈക്ക് തന്നെ, ഏതോ ഒരു ബൈക്ക്, ഒരു വലിയൊരു 1000cc ബൈക്ക് വരുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു വണ്ടി ഇങ്ങനെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ കിട്ടുന്നത്. നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ പറയണ്ട, റോട്ടുമുള്ള എല്ലാവരും മൊത്തം ഈ ഒരു വണ്ടി തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ഇപ്പോൾ ഈ പ്രൊഡക്ഷനിലുള്ള 2020 ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. ഇനി 2025 ഈ വർഷം ജൂണിലൊക്കെ ആയിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പുതിയ മോഡൽ പ്രൊഡക്ഷനിൽ വരും എന്നാണ് പറയുന്നത്. അന്ന് നിർത്തിയപ്പോൾ ഏകദേശം 3 ലക്ഷത്തിന് പുറത്ത് ഈ ഒരു വാഹനത്തിന് എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ ലുക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ തീമിൽ ആണ് ഈ ഒരു വണ്ടി വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളെ കണ്ണ് പിടിച്ചിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ആ ഒരു ട്രല്ലിസ് ഫ്രെയിമിൻ്റെ ആ ഒരു റെഡ് കളർ ഉണ്ടല്ലോ, ഈ ഒരു റെഡ് കളറാണ് പെട്ടെന്ന് തന്നെ നമ്മളെ കണ്ണ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ട്രല്ലിസ് ഫ്രെയിമോട് കൂടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനും കൂടി ഇങ്ങനെ പോയിട്ടുണ്ട്. ആ ഒരു വൈറ്റ് കളറും ഇതൊക്കെ ആകുമ്പോൾ നമ്മളെ ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ്, ഒരു മാസീവ് ആയിട്ടുള്ളൊരു ഫീൽ ചെയ്യണ ഒരു ബൈക്കാണിത്. പിന്നെ പലരും പറയും, പെട്ടെന്ന് കാണുമ്പോൾ പലരും ചോദിക്കും എന്താ മറ്റേ FZ ആണോ ഡൂക്കാണോ ഡൂക്ക് 200 ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. അപ്പോൾ എവിടുന്നാണ് FZൻ്റെയും ഡൂക്കിൻ്റെ ആ ഒരു ലുക്ക് ഈ ഒരു വണ്ടിക്ക് കിട്ടിയെന്നുള്ളത്, ഏത് ഭാഗത്തു നിന്ന് നോക്കുമ്പോഴാണ് ആ ഒരു ലുക്ക് എന്നുള്ളത് എനിക്ക് ശരിക്കും ഒരു പുറത്തത്ത് കിട്ടണില്ല. ഞാൻ അപ്പോൾ വന്നപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഒരു കുട്ടി വന്ന് ചോദിച്ചെന്നോട് ഇതേതാ FZ അല്ലേ എന്ന്. ഞാനങ്ങ് അന്താളിച്ച് നിന്നുപോയി. സാധനം എന്താ അറിയില്ല, ഓൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കരം പിന്നെ ഈ ഒരു എയറോ ഡൈനാമിക്കോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള ഈ ഒരു ചെറിയൊരു ഫെയറിങ്, ഈ ഒരു ഫെയറിങ്ങും ഇവിടെ TNT ടൊർണാഡോ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ ടാങ്കിലൊരു ബെനല്ലി എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇതൊരു 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊരു ഹെഡ് ലാമ്പാണ്. ഇവിടെ 2 ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 DRL കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡൂക്ക് FZ എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ലുക്കിലാണ് ചിലവർ പറയണ്ടേ. ഇതിൻ്റെ ചെറിയൊരു ഡൂക്ക് പഴയ മോഡല് BS3 മോഡൽ ഡൂക്കിൻ്റെ ഒരു ചെറിയ കട്ട് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനെ ഇല്ലാതില്ല. പിന്നെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ആ ഒരു ഫോർക്ക്, ആ ഒരു USD ഫോർക്ക് 43mm ആ ഒരു USD ഫോർക്ക് എന്താ പറയുക, ആ ഒരു സിൽവർ കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള സാധനം നല്ല കിട്ടു സാധനം അത് തന്നെ കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഏതൊരാളൊന്നും ശ്രദ്ധിക്കും. പിന്നെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ഈ ക്ലാമ്പോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് കാര്യങ്ങൾ നല്ലൊരു അത്യാവശ്യം നല്ല സൈസോട് കൂടിയിട്ടുള്ള ഒരു ടയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് ഒരു 260mm ഒരു 2 ഡ്യുവൽ പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. നല്ല ബ്രേക്ക് ബൈറ്റ് തന്നെയാണ്. സാധാരണ ബൈക്കുകൾ ചെയ്യണ പോലെ വേറെ ബ്രാൻഡിൻ്റെ എന്താ പറയുക ബ്രേക്ക് സിസ്റ്റം അല്ല കൊടുത്തിട്ടുള്ളത്. ബെനല്ലിയുടെ തന്നെ സ്വന്തം ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു കാലിപ്പർമ ഇവിടെ ബെനല്ലി എന്നുള്ള ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ ഒരു ABS എന്നുള്ള ഒരു ABSൻ്റെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ആ ഒരു ഹെഡ് ലാമ്പുമിലും ഇവിടെ ഒരു ബെനലി എന്നുള്ള ആ ഒരു ചെറിയൊരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് ചെറിയൊരു ബെനലി അങ്ങനെ ലോഗോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തായിട്ടും ABSൻ്റെ ഇതുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഫെയറിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ടേണാഡോ TNT എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. വണ്ടി കാണുമ്പോൾ തന്നെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു കൊച്ചു ബൈക്ക്, ഒരു നെക്കഡ് ബൈക്ക്. പിന്നെ ഈ ഒരു ബൈക്കിന് ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് ലാമ്പ് ഒരു ഹാലജൻ സെറ്റപ്പ് ആണെങ്കിലും ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ക്രാഷ് ഗാർഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം വേണം, ഇതെങ്ങനെ വീണ് പാർട്സ് പൊട്ടിയാൽ സംഖ്യ ഇറങ്ങും. പിന്നെ നമ്മൾ നേരെ നോട്ടം പോണേ ഈ ഒരു എൻജിൻ മക്കാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം, ഇവൻ്റെ ആ ഒരു സൗണ്ടിന് കാരണമായിട്ടുള്ള ഇവൻ്റെ ആ ഒരു ഹൃദയം, ആ ഒരു 300cc ലിക്വിഡ് കൂൾഡ് പാരലൽ ഇൻലൈൻ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. അതാണെങ്കിൽ 11,000 RPM 37 bhp പവറും 9,000 RPM 25.62 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്ര മാസീവായിട്ടുള്ള പവർ കാര്യങ്ങളൊന്നുമല്ല. ഡ്യൂക്ക് 390 മറ്റ് ബൈക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര മാസീവായിട്ടുള്ള പവർ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് റോട്ടിൽ ഇങ്ങനെ നൈസായിട്ട് കൂളായിട്ടൊരു എന്താ പറയുക, ഒരു സ്വീറ്റ് സ്പീഡ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടി തന്നെയാണ്. ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നമുക്ക് ആ റൂട്ടിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ടോപ്പ് എൻഡിന് മെയിനായിട്ട് ഇതിൻ്റെ ടോപ്പ് എൻഡിനായിട്ടാണ് എന്താ പറയുക, ക്യുക്കായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റിയ അങ്ങനത്തെ ഒരു വണ്ടിയല്ലേ ഇത്. ഡ്യൂക്ക് 390 കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ര പവർ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യൂല. ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് കെടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു ടോപ്പിലാണ്. ആ ഒരു ഹയർ RPM ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ കെടുക്കുന്നത്. നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് ഇങ്ങനെ കയറി പോകുമ്പോൾ ആ ഒരു സൗണ്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മോനെ അതൊരു വേറെ ഫീലാണ്. ഇതാണ് ആ ഒരു എൻജിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എൻജിൻ 300 എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ GT എൻജിൻ, ബെനലി GT എൻജിൻ സിൻസ് 1911 അങ്ങനെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കണ്ണ് വേഗം പോകുന്ന ഒരു ഭാഗമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ഒരു റെഡ് പോർഷൻ, ഈ ഒരു ട്രല്ലീസ് ഫ്രെയിം, ഈ ഒരു റെഡ് കളറോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു ട്രല്ലീസ് ഫ്രെയിമും അതിനോട് യോജിച്ചിട്ട് വരുന്ന ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു മോണോ ഷോക്ക് സസ്പെൻഷനും, ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള നമ്മളെ ഈ ഒരു അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് സസ്പെൻഷനും, ഇതാണ് നമ്മളെ കണ്ണ് മെയിനായിട്ട് പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ഫ്രെയിമും എന്താ പറയുക, ഇറ്റലിയുടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇറ്റാലിയൻ എന്നുള്ള ആ ഒരു അവരുടെ ഒരു ഫ്ലാഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ല, സ്റ്റോക്കിൻ്റെ സൗണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൗഡാണ്. ഇതെന്താ പറയുക, സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ല, ഒരു കസ്റ്റമേഡ് എക്സോസ്റ്റാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ അത്യാവശ്യം ലൗഡാണ്. സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കേൾപ്പിക്കും, അപ്പോൾ ബാക്കി വീഡിയോ കണ്ടോളി. പിന്നെ ഇവിടെ ചെറിയ ഫുഡ് ബാഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഒരു 240 mm ഒരു പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബെനലി എന്നുള്ള ലോഗോ ഇതിൻ്റെ ആ ഒരു ബാക്കിലുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു ബൈക്കിൻ്റെ ബാക്ക് എന്നുള്ള ആ ഒരു ലുക്കാണ്. ഒരു മാസീവായിട്ടുള്ള ടയറും ഇതൊക്കെ ചേരുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്കാണ് ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു LED ടെയിൽ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓണർ ഈ ഒരു വാഹനം മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ടെയിൽ ലൈറ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതൊരു ചെയിൻ ഡ്രൈവ് സിസ്റ്റത്തോട് കൂടിയിട്ട് വരുന്ന ബൈക്ക് തന്നെയാണിത്. സാധനം ഒറ്റ നോട്ടത്തിൽ ഒന്നൊന്നര ഐറ്റം തന്നെ കേട്ടോ, കിർമാണി സാധനം. പിന്നെ ആ ഒരു സൗണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടോളി. നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കാം. ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ ഈ ഒരു സൗണ്ട് സൂപ്പറല്ലേ? പിന്നെ ഈ ഒരു സൗണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാം. അധികം പൊട്ടിക്കാൻ പറ്റില്ല, ആൾക്കാരിറങ്ങും, സീനാണ്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഈ കീ കണ്ട, ഈ ഒരു കീ എന്ന് പറയുന്നത് മറ്റെന്താ പറയുക, ഒരു കത്തി പോലെ, കത്തിയുടെ ടൈപ്പിന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റിയ, നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗം നിൽക്കുമ്പോൾ ഇങ്ങനെ തുറക്കുന്ന ടൈപ്പുള്ളൊരു കീയാണ് ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടുള്ളത്.
ഇനി നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ സീറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു സിംഗിളായിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കത്തെ റൈഡർക്ക് അത്ര കംഫർട്ട് കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വലിയൊരു എടുത്തിട്ട് പോകുന്ന ഒരു പവർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കൊക്കെ മറിഞ്ഞിട്ട് മുഖം എന്നുള്ള കാര്യത്തിലൊന്നും ബേജാറ് കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതിനൊരു ബാക്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാർട്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ, ഇറ്റാലിയൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സീറ്റും ഒരു ബെനല്ലി എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് സിംഗിളായിട്ടുള്ളൊരു സീറ്റാണ്. പിന്നെ 795 mm ആണ് ഈ ഒരു ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. 795 mm. അതുകൊണ്ട് തന്നെ വലിയ ഹൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു ബൈക്ക് പ്ലാനറ്റ് ഫുഡ് തന്നെയാണ്. പിന്നെ അത് 196 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. 200 കിലോഗ്രാമിന് അടുപ്പിച്ച് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വണ്ടി. ചെരിഞ്ഞാൽ കുറച്ച് പാടാണ്. പിന്നെ 16 ലിറ്ററിൻ്റെ ഒരു ഫ്യൂവൽ ടാങ്കാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ട്. 16 ലിറ്ററിൽ ഒരു 16 ലിറ്റർ ലോങ് റൈഡൊക്കെ പോകുന്നവർക്ക് നല്ല സുന്ദരമായിട്ട് ഫുൾ ടാങ്ക് അടിച്ച് പോയാൽ ഒരു ബേജാറും പേടിച്ചണ്ട. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കും ഇവിടെ ഒരു ബെനല്ലി എന്നുള്ള ലോഗോ ഈ ഒരു 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇറ്റാലിയുടെ ഒരു ഫ്ലാഗും ഈ ഒരു ഇതിമ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ മീറ്റർ കൺസോളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മീറ്റർ ഒന്ന് ഓണാവട്ടെ. മീറ്റർ കൺസോളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ABS, ഓയിൽ, അങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് വാർണിംഗ് ലൈറ്റ്സും ഈ ഒരു ഭാഗത്തായിട്ട് ടെമ്പറേച്ചർ, ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, അങ്ങനെ എല്ലാ ഫ്യൂവൽ ഗേജ്, എന്താ പറയുക, ഹീറ്റിങ്, എല്ലാ കാര്യങ്ങളും, ടൈമിങ്, ക്ലോക്ക്, എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡിജിറ്റൽ അനലോഗ് എന്തൊരു കോമ്പിനേഷനിൽ വരുന്ന ഒരു മീറ്റർ കൺസോളാണ്. ഇത് കാണുമ്പോൾ നല്ല രസമാണ്. നമ്മൾ സ്പീഡ് എടുത്ത് കയറുമ്പോൾ ആ ഒരു RPM കയറുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് നല്ല രസമാണ്. നമുക്കൊരു എന്താ പറയുക, കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ആ ഒരു RPMൻ്റെ ആ ഒരു സൂചി കയറുന്നുണ്ട് കാണുമ്പോൾ തന്നെ. പിന്നെ ഇനി നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ ഹാൻഡിൽ ബാറിലോട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അഡ്ജസ്റ്റബിൾ എന്താ പറയുക ബ്രേക്ക് ലിവറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ബ്രേക്ക് ലിവറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനൊരു എൻജിൻ കിൽ സ്വിച്ച്, പിന്നെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെൽഫ് സ്റ്റാർട്ട് ബട്ടണ്, പിന്നെ ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ലൈറ്റിനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, പിന്നെ ഹോണ്, പിന്നെ ABS-നായിട്ടുള്ളൊരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ആവശ്യമുള്ള മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടും ബെനല്ലി എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ഒന്നൊന്നര സാധനം തന്നെ കേട്ടോ ഈ ഒരു വണ്ടി. ബാറ്ററി ഇറങ്ങും. ഇതാണ് ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടാവും, ഒക്കെ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്കൊരു ഈ ഒരു വണ്ടി വീഡിയോ ചെയ്യാൻ തന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഫ്ലിക്കിയാണ്, ഫ്ലിക്കി കൂപ്പർ. അതിൻ്റെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്ന ഫ്ലിക്കിയോട് ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങളൊരു വണ്ടി പ്രാന്തനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൻ്റെ പേജ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള ഈ ഒരു ബൈക്കിനെ കുറിച്ചുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബായ്.